പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാത്രി ഒത്തിരി വൈകി കിടന്നത് കൊണ്ട് രാവിലെ മിത്ര എണീക്കുമ്പോൾ സമയം 9 ക്ലോക്കിലെ സമയം കണ്ട് ഞെട്ടിയ മിത്ര വേഗം ഫോൺ എടുത്ത് നോക്കി. ഡെവിയുടെ മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ മിത്ര വേഗം അത് ഓണാക്കി. പിന്നെ ഫോൺ മാറ്റി വെച്ച് വേഗം പോയി കുളിച്ച് താഴേക്ക് നടന്നു. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ആരെങ്കിലും അറിഞ്ഞാൽ നമുക്കല്ല അതിൻ്റെ മോശം. കാപ്പി കൊടുക്കുന്നതിനിടയിൽ പാട്ടി തൻ്റെ ഓപ്പോസിറ്റിരിക്കുന്ന അയ്യരെയും മക്കളെയും നോക്കി ദഹിക്കാതെ അവരെ എരിവ് കയറ്റാനായി പറഞ്ഞു. രാവിലെ പതിവ് സമയമായതും മിത്ര എണീക്കാത്തത് കണ്ട് അവളെ വിളിക്കാൻ പോകാൻ ഒരുങ്ങിയ മോഹിനിയെ ദീക്ഷിത് തടഞ്ഞ് കാരണം ചോദിച്ചപ്പോൾ അവൻ അമ്മയോട് അവൾ ഇന്നലെ ഡെവിയുടെ കൂടെ പുറത്തു പോയതും വന്നപ്പോൾ വൈകിയാണ് വന്നതെന്നും അതുകൊണ്ട് അവളെ വിളിക്കേണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് പാട്ടി വന്നത്. അപ്പം തുടങ്ങിയതാണ് ആ കാര്യം പറഞ്ഞ് അയ്യരെയും മക്കളെയും പിരികേറ്റാനുള്ള ശ്രമം. ഭർത്താവിൻ്റെ കൂടെ ഭാര്യ പുറത്തു പോകുന്നത് ഇത്രയും വലിയ മോശമുള്ള കാര്യമാണ് പാട്ടി. ഏട്ടത്തി എന്നാലേ ഇനി മുതൽ ഏട്ടൻ്റെ കൂടെ പുറത്തൊന്നും പോകണ്ട. ആളുകൾ അറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് അതിൻ്റെ മോശം. പാട്ടി പറഞ്ഞ് കേട്ട് ചായ കുടിക്കുന്നതിനിടയിൽ ദേവൻ പാട്ടിക്കിട്ടൊരു കൊട്ടു എന്ന പോലെ അവർക്കെല്ലാം ഭക്ഷണം വിളമ്പിയ കീർത്തിയോടായി പറഞ്ഞതും ദേവൻ പറഞ്ഞു കേട്ട് എല്ലാവരും അടക്കി ചിരിച്ചു. എടാ, നീ എന്നെ കളിയാക്കാൻ വളർന്നോ? ദേവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പാട്ടി പറഞ്ഞു. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കുഞ്ഞു പോയത് പുറത്തുള്ള അന്നയുടെ കൂടെ ഒന്നല്ലല്ലോ, അവളിൽ പൂർണ്ണ അവകാശമുള്ള ആളുടെ കൂടെ തന്നെയല്ലേ. ഇതൊക്കെ സർവ്വസാധാരണമാണ് പാട്ടി. ദേവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദീക്ഷിത്തും പറഞ്ഞു. ഇവന്മാര് പറഞ്ഞത് തന്നെയാ ശരി. ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിരുന്നു അവളെ. ഇപ്പൊ വീണ്ടും തിരിച്ചു കിട്ടിയതാ. ഇനി അമ്മയായിട്ട് അവളെ ഞങ്ങളിൽ നിന്ന് അകറ്റരുത്. അറിയാലോ അവളുടെ സ്വഭാവം. അതുകൊണ്ട് അമ്മയായിട്ട് ഇനി പ്രശ്നത്തിന് പോകരുത്. അയ്യര് താഴ്മയായി പാട്ടിയോട് പറഞ്ഞു. തൻ്റെ പദ്ധതിയെല്ലാം വെള്ളത്തിൽ വരച്ച് വര പോലെയാകുന്നത് കണ്ട് പാട്ടിയിൽ ഇഷ്ടക്കേട് നിറഞ്ഞു. അയ്യര് പറഞ്ഞതിന് പാട്ട് മറുപടി പറയാൻ നേരത്താണ് മിത്ര താഴേക്ക് പടികളിറങ്ങി വന്നത്. അവളെ കണ്ടതും എല്ലാവരും സംസാരം നിർത്തിയതും കയ്യിലുള്ള ബാഗ് സെറ്റിയിലേക്ക് വെച്ച് മിത്ര ഡൈനിങ് ടേബിളിലിരിക്കുന്ന അവർക്കരികിലേക്ക് നടന്നു. നീ ഇതെങ്ങോട്ടാ കുഞ്ഞി, ബാഗൊക്കെ ആയിട്ട്? അയ്യരുടെ അടുത്തുള്ള സീറ്റിൽ വന്നിരുന്ന മിത്രയെ നോക്കിക്കൊണ്ട് മോഹിനി ചോദിച്ചു. അമ്മ, ഞാൻ തിരിച്ചു പോവാണ്. തൻ്റെ പ്ലേറ്റിലേക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒഴിച്ചുകൊണ്ട് മിത്ര പറഞ്ഞത് കേട്ട് എല്ലാവരും ചെറു ഞെട്ടൽ പ്രകടമായി. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? ദീക്ഷിത് അവൾ പോകുന്ന സങ്കടത്തിൽ അവളോട് ചോദിച്ചു. ഞാൻ വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞു. അപ്പാക്കിപ്പോൾ അസുഖം കുറവുകൊണ്ട് കൂടെ ഇനിയും എനിക്ക് അവിടെയുള്ളവരെ പിരിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ആരെയും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. അവളുടെ മറുപടി എല്ലാവരും വിഷമമുണ്ടാക്കിയെങ്കിലും അവളുടെ തീരുമാനത്തിനെതിരായി ആരൊന്നും പറഞ്ഞില്ല. എങ്ങനെയാ പോകുന്നത്? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? അല്പസമയത്തെ മൗനം ഭേദിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു. കുഞ്ഞേട്ടൻ ബുദ്ധിമുട്ടണ്ട, എന്നെ കൊണ്ടുപോകാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവന്റെ ചോദ്യത്തിന് ചെറുചിരിയോടെ മിത്ര പറഞ്ഞ് പ്ലേറ്റിലുള്ള ഇഡ്ഡലി മുഴുവൻ കഴിച്ചെഴുന്നേറ്റു. മതിയാക്കിയോ? 2 കൂടെ കഴിക്കും മോളെ. കഴിപ്പ് നിർത്തി എണീറ്റ മിത്രയെ അവിടെ പിടിച്ചിരുത്തി അവളുടെ പ്ലേറ്റിലേക്ക് 2 ഇഡ്ഡലി കൂടെ വെച്ച് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് മോഹിനി പറഞ്ഞു. വേണ്ടമ്മേ, മതിയായിട്ടാ, വയറ് നിറഞ്ഞു. മോഹിനിയെ തടഞ്ഞുകൊണ്ട് അതും പറഞ്ഞ് കൈ കഴുകാൻ പോയവള്. കണ്ടില്ലേ, അവൾക്കിപ്പോ വലുതേ ആ നസ്രാണികളാണ്. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. അവൾ പോകുവാണെങ്കിൽ പോകട്ടെ. ഇപ്പൊ അതാ അവളുടെ കുടുംബം. പിന്നെ അവൾ അവരത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനിരട്ടി സ്നേഹം അവൾക്ക് അവിടുന്ന് തിരിച്ചു കിട്ടിയത് തന്നെയാകും. ഇവിടെ ആരും ഇപ്പൊ അവളുടെ സന്തോഷത്തിന് എതിരല്ല. അത് അമ്മ മറക്കണ്ട. വീണ്ടും പാട്ടി വാ തുറന്നതും അയ്യരത്തിരി ദേഷ്യത്തിൽ പറഞ്ഞതും പാട്ടിയുടെ വാ തനിയായിരുന്നു. മിത്ര കൈ കഴുകി വരുമ്പോഴാണ് പുറത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ബൈക്കിന്റെ ശബ്ദം കേട്ടതും മിത്ര എല്ലാവരുടെയും യാത്ര പറഞ്ഞ് സെറ്റിയിലെ ബാഗുമിട്ട് വെളിയിലേക്ക് നടന്നു. പെട്ടെന്നെന്തോ ഓർത്തുപോലെ അവൾ ധൃതിയിൽ തിരിഞ്ഞു നടന്ന പാട്ടിക്ക് മുന്നിലായി വന്നു നിന്നതും തൻ്റെ ആഗ്രഹമൊക്കെ വിഫലമായ ദേഷ്യത്തിൽ നിന്നിരുന്ന പാട്ടി അവളെ സംശയത്തിൽ നോക്കി. പാട്ടിയുടെ നോട്ടം കാര്യമാക്കാതെ മിത്ര അവർ ഇറുകപ്പെടുന്നു. ഞാൻ പോകുക. ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന എൻ്റെ തുണികളല്ലാതെ ഒരു മുട്ടുസൂചി പോലും ഞാൻ എടുത്തിട്ടില്ല. ഇവിടുന്നൊന്നും എനിക്ക് വേണ്ടതാനും. ഇനി അതോത്ത് പാട്ടി വെറുതെ BP കയറ്റണ്ട. പിന്നെ മനസ്സിലുള്ള ഉദ്ദേശം വെച്ച് എൻ്റെ ജീവിതത്തിൽ കരടായിട്ട് വന്ന പാട്ടിയാണെന്നോ വയസ്സായതാണെന്നോ ഞാൻ നോക്കില്ല. പാട്ടിയുടെ ചെവിയിൽ മറ്റാരും കേൾക്കാത്ത രീതിയിൽ സ്വകാര്യം പോലെ പറഞ്ഞ് എല്ലാവരെയും നോക്കി ചിരിച്ച് ബാഗുമായി അവൾ പുറത്തേക്ക് നടന്നു. മുറ്റത്ത് ബൈക്കിൽ ഇരുന്നിരുന്ന ഡാനി മിത്രയെ കണ്ടതും അവൾക്ക് നിറച്ചിരി നൽകി. മിത്ര ഇറങ്ങാൻ വൈകിയത് കൊണ്ട് തന്നെ ഡേവിഡ് ട്യൂഷൻ സെന്ററിലെത്തേണ്ട സമയമായതുകൊണ്ട് മിത്രയെ വിളിച്ചു കൊണ്ടുപോകാൻ വന്നത് ഡാനിയായിരുന്നു. കയറി വാ മോനെ, കാപ്പി കുടിച്ചിട്ട് പോകാം.
ഡാനിയെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അയ്യര് പറഞ്ഞു. അയ്യോ വേണ്ട, കോളേജ് വരെ ഒന്ന് പോകാനുണ്ട്, ഇപ്പൊ തന്നെ വൈകി. അങ്ങോട്ട് കയറാൻ മടിച്ചില്ലാത്ത തിരക്ക് നടിച്ചുകൊണ്ട് ഡാനി പറഞ്ഞു. എന്നാലേ ഞാൻ ഇറങ്ങാണ്. മിത്ര ഒരിക്കൽ കൂടി ഇറങ്ങാൻ നേരം എല്ലാവരുടെയും യാത്ര പറഞ്ഞു. ഇടയ്ക്ക് ഇങ്ങോട്ട് വരണേ കുഞ്ഞി. അയ്യര് യാത്ര പറഞ്ഞിറങ്ങുന്ന മിത്രയെ നോക്കി പ്രതീക്ഷയോടെ പറഞ്ഞതും അവൾ ശരിയെന്ന രീതിയിൽ തലകുലുക്കി ബൈക്കിനരികിലേക്ക് നടന്നു. ഹോ, ഇപ്പോഴെങ്കിലും തിരിച്ചു വരാൻ തോന്നിയല്ലോ, ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ ഡാനി മിത്രയോട് പറഞ്ഞു. നിന്റെ ചേട്ടായി ഒറ്റൊരാളാ ഇതിനൊക്കെ കാരണം. കെറുവോടെ മിത്ര പറയുന്നത് കേട്ട് ഡാനി ചിരിച്ചു. അല്ല ഡാനി, ഇപ്പൊ വെക്കേഷൻ അല്ലേ, അതിനിടയിൽ നീ എന്തിനാ കോളേജിൽ പോകുന്നത്? ജൂലിയെ കാണാൻ പോകാൻ വേണ്ടി പറഞ്ഞതാണോടാ? ഏയ് അല്ല ചേട്ടത്തി, അവൾ പാർട്ട് ടൈം ജോബിന് പോകുന്ന കാര്യം ചേട്ടത്തിക്ക് അറിയില്ലേ? ടൂർണമെന്റ് എടുക്കാനായില്ലേ, അപ്പൊ അതിന്റെ പ്രാക്ടീസാണ്. മിത്രക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിക്കൊണ്ട് ഡാനി പറഞ്ഞതും അവൻ പറഞ്ഞതും വിശ്വസിച്ചുകൊണ്ട് മിത്രയൊന്ന് മൂളി. വീടെത്തും വരെ ഇതുവരെയുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. മിത്ര പറഞ്ഞത് കേട്ട് ഡാനിക്ക് ശരിക്കും അവളുടെ പാട്ടിയെടുത്ത് പല കിണറ്റിലും കൊണ്ടുപോയി ഇടാനുള്ള ദേഷ്യം തോന്നിയിരുന്നു. ചേട്ടത്തി ഇവിടെ ഇറങ്ങിക്കോ, ചേട്ടത്തിന്ന് വരുന്ന കാര്യം അവനറിയില്ല. റോഡിൽ നിന്നും വീട്ടിലേക്ക് തിരിയുന്ന പടിക്കലായി ബൈക്ക് നിർത്തിക്കൊണ്ട് ഡാനി പറഞ്ഞതും മിത്ര ചിരിയോട് ബൈക്കിൽ നിന്നിറങ്ങി. ഡാനി ബൈക്ക് വീടിന് മുൻപിൽ സൈഡാക്കി മിത്രയെ നോക്കി കണ്ണിറക്കി ചിരിച്ച് താക്കോലും വിരലിട്ട് കറക്കി ഉള്ളിലേക്ക് കയറിപ്പോയതും മിത്ര പതിയെ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് നടന്നു. ആ മണ്ണിൽ കാല് കുത്തിയപ്പോൾ മുതൽ ഇതുവരെ ഇല്ലാത്ത ആവേശവും സന്തോഷവും ഊർജവും അവിടെ വന്ന് പൊതിഞ്ഞതുപോലെ തോന്നി മിത്രക്ക്. ഡാനി ഹാളിലേക്ക് വരുമ്പോൾ കാണുന്നത് സെറ്റിയിൽ നിന്ന് TV കാണുന്ന കുഞ്ഞുട്ടിനെയാണ്. കുഞ്ഞുട്ടിനെ കണ്ടത് ഡാനി അവന്റെ തലയിൽ വേദനിക്കാത്ത രീതിയിലൊന്നും പേടി. എന്താടാ? കുഞ്ഞുട്ടിന് ഈർച്ചയോടെ ഡാനിയെ നോക്കി താലിയൊഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. പോടാ നാരിന്റെ. ഡാനി പതിയെ ചുണ്ടനക്കി പറഞ്ഞ് കോളേജിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് മാറ്റാനായി റൂമിലേക്ക് നടന്നതും കുഞ്ഞുട്ടൻ ഡാനി പറഞ്ഞതുകൂടി ആയതും ദേഷ്യത്തിൽ സെറ്റിൽ നിന്ന് ചാടി എണീറ്റു. ഡാ! കുഞ്ഞുട്ടൻ ദേഷ്യത്തിൽ ചീറിക്കൊണ്ട് ഡാനിക്ക് നേരെ പോകാൻ തുനിഞ്ഞതും എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയതും മുമ്പറത്തെ പടികൾ കയറി വരുന്ന മിത്രയെ കണ്ടതും അവന്റെ കണ്ണുകൾ പിറന്നു. ഉള്ളിൽ ഡാനിയോട് തോന്നിയ ദേഷ്യക്ക് ആവിയായി പോയി അവന്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. ചേട്ടത്തി! കുഞ്ഞുട്ടൻ അവളെ കണ്ട സന്തോഷത്തിൽ അലറി വിളിച്ച് മിത്രക്കരികിലേക്ക് ഓടി അവൾ ഇറുകപ്പെടുന്നു. നാളുകൾക്ക് ശേഷം അവളെ കണ്ടതുകൊണ്ട് തന്നെ ആനന്ദശ്രുതികൾ കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മിത്രയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. സ്നേഹത്തോടെ അതിലൊരു വാത്സല്യത്തോടെ അവളും അവനെ ചേർത്ത് പിടിച്ചു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ കുഞ്ഞുട്ടൻ അവളിൽ നിന്ന് മടന്നു മാറി മുഖം വീർപ്പിച്ച് ചവിട്ടിത്തുള്ളിലേക്ക് പോയതും പെട്ടെന്നുള്ള അവന്റെ ഭാവമാറ്റം കൊണ്ട് ഒന്നും മനസ്സിലാകാതെ മിത്ര തുറന്നു നിന്നു. അവൻ പിണങ്ങിപ്പോയതാണെന്ന് മനസ്സിലായതും മിത്ര കയ്യിലെ ബാഗും കൊണ്ട് ഹാളിലേക്ക് നടന്നു. കുഞ്ഞുട്ടാ! TV കാണുന്നു എന്ന വ്യാജേന സെറ്റിയിലിരിക്കുന്ന കുഞ്ഞുട്ടിന് അരികിൽ വന്നിരുന്നു കൊണ്ട് മിത്ര വിളിച്ചു. എവിടെ? ആര് കേൾക്കാൻ? കുഞ്ഞുട്ടൻ താൻ വിളിച്ചത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഇരിക്കുന്നത് കണ്ടതും മിത്ര ചിരിയോട് അവനെ തട്ടിപ്പിടിച്ചു. പിണക്കാണ് കുഞ്ഞുട്ടാ നീ? കുഞ്ഞുട്ടനെ തോളിൽ പിടിച്ച് ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് മിത്ര ചോദിച്ചതും കുഞ്ഞുട്ടനൊന്നും മിണ്ടാതെ മിത്രയുടെ കൈകൾ തട്ടി മാറ്റി. എന്നോടും മിണ്ടണ്ട, ഇത്ര ദിവസമായിട്ട് ഇപ്പോഴല്ലേ ചേട്ടത്തിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? മുഖം വീർപ്പിച്ച് പരിഭവത്തോടെ മിത്ര പറഞ്ഞു. സോറിടാ, നിന്റെ ചേട്ടായി തന്നെയാ അവിടെ കൂടെ എന്നെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര ദിവസം നിൽക്കേണ്ടി വന്നത്, അല്ലാതെ എൻ്റെ കുഞ്ഞുട്ടിനെ വിട്ട് ഞാൻ പോകൂ. മിത്ര കുഞ്ഞുട്ടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഇങ്ങനൊന്നും പോകല്ലേ ചേട്ടത്തി, ഇവിടെ ചേട്ടത്തി ഇല്ലാണ്ട് ഒരു രസമല്ല. ചേട്ടത്തി പോലെ ആർക്കും എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലായിരുന്നു. മിത്രയെ പോടുന്ന സങ്കടത്തോടെ പറഞ്ഞത് മിത്രയും അവനെ ചിരിയോടെ തിരികെ പോടുന്നു. സാരില്ല, ഇപ്പൊ ഞാൻ വന്നില്ലേ, ദേ നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴെന്നോട് പിണക്കാണെങ്കിൽ ഞാൻ അത് ഡാനിക്ക് കൊടുത്തോളാം. മിത്ര ബാഗിൽ നിന്നും അവർ പോരുന്ന വഴിക്ക് അവന് വേണ്ടി വാങ്ങിയ പലഹാരപ്പൊതി പുറത്തെടുത്തുകൊണ്ട് മിത്ര പറഞ്ഞു. വേണ്ട, അവന് കൊടുക്കണ്ട, എനിക്കെന്നെ ചേട്ടത്തോട് പിണക്കൊന്നുമില്ല. മിത്രയുടെ കയ്യിലെ പൊതി കണ്ടത് ബാക്കിയുണ്ടായിരുന്ന കുഞ്ഞുട്ടിന്റെ കുഞ്ഞു പരിഭവം കൂടി മാഞ്ഞു പോയിരുന്നു. ഹായ് പരിപ്പോടാ. പൊതി തുറന്നതും അതിൽ അവന് ഇഷ്ടമുള്ള ഇളം ചൂട് വട കണ്ടതും അവൻ സന്തോഷത്തിൽ മിത്രയുടെ കവളിൽ അമർത്തി ചുംബിച്ച് ഒന്നെടുത്ത് മിത്രക്ക് കൊടുത്തു. അവനും കടിക്കാൻ വേണ്ടി ഒന്ന് എടുത്തതും ഡ്രസ്സ് മാറ്റി കോളേജിലേക്ക് പോകാൻ വേണ്ടി അങ്ങോട്ട് വന്ന ഡാനി കുഞ്ഞുട്ടിന്റെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ചെടുത്ത് അവന്റെ അടുത്തായിട്ടുള്ള സെറ്റിയിൽ വന്നിരുന്നു. അത് എന്റേതാ. കുഞ്ഞുട്ടിന് അവന്റെ കയ്യിൽ നിന്നും അത് തിരികെ പോകാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതിൽ വേറെ ഇല്ലേ, അത് കഴിച്ചോ. അതും പറഞ്ഞ് ഡാനി കുഞ്ഞുട്ടൻ വാങ്ങുന്നതിന് മുമ്പായി കയ്യിലുള്ളത് ഡാനി അപ്പാടെ വായിലേക്ക് ഇട്ടതും കുഞ്ഞുട്ടൻ കയറുവോടെ അവനെ നോക്കി. കുഞ്ഞുട്ടൻ പൊതിയിൽ നിന്നും ഒന്നുകൂടി എടുത്തതും ഡാനി അതും തട്ടിപ്പറിച്ച് വായിലേക്ക് കുത്തി തിരികിയതും ഡാനിയുടെ പ്രവൃത്തി കണ്ട് മിത്ര ഡാനിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും ഡാനി അവളെ നോക്കി ചുമ്മാന്ന രീതിയിൽ കണ്ണു ചെമ്പി കാണിച്ചു.
ഈയിടെ തെണ്ടി, നീക്ക് രാവിലെ തുടങ്ങിയതാണല്ലോ, എന്തിന്റെ പ്രശ്നമാണോ നിനക്ക്? കുഞ്ഞൂട്ടൻ ദേഷ്യത്തിൽ ഡാനിക്കടുത്തേക്ക് ചീറി. അവൻ എന്തെങ്കിലും പ്രതികരിക്കും മുമ്പ് കുഞ്ഞൂട്ടൻ അവൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് ഡാനിയുടെ മുടിയിൽ ശക്തമായി പിടിച്ചു വലിച്ചു. ആ വേദന കാരണം വായിലുള്ളത് ഇറക്കി ഡാനി അലറി വിളിച്ചു. ഒപ്പം ശക്തിയിൽ അവന്റെ കയ്യിൽ നിന്ന് തന്റെ കൈയെടുത്തി മാറ്റി കുഞ്ഞൂട്ടന്റെ കയ്യിൽ നഖമാറ്റി അവനെ മുറുകെ പിടിച്ചു. വീടടാ കുഞ്ഞുട്ട, അവനെ വിടാൻ. അടി കാര്യമാകുമെന്ന് കണ്ടതും ഇത്തിരി പണിപ്പെട്ടാണെങ്കിൽ രണ്ടിനെയും അടത്തി മാറ്റി. നീ എന്റെ മുടി പിടിച്ച് വലിക്കും, ആനടാ വേട്ടവളിയാ? ഡാനി തലയൊഴിഞ്ഞ് ദേഷ്യത്തിൽ കുഞ്ഞുട്ടനോട് ചോദിച്ചു. വേട്ടവളിനെ നിന്റെ മറ്റവളില്ലേ ജൂലി, അവളെ പോയി വിളിക്കടാ. ഡാനിയുമായി വീണ്ടും കൊമ്പ് കോർക്കാൻ ഒരുങ്ങിക്കൊണ്ട് കുഞ്ഞൂട്ടൻ പറഞ്ഞു. ഡാ എന്ത് പറഞ്ഞാ നീ? ഡാനി അത് പറഞ്ഞ് കുഞ്ഞൂട്ടൻ്റെ അരികിലേക്ക് കുതിക്കാൻ നിന്നതും മിത്ര അവനെ തടഞ്ഞു നിർത്തി. നിനക്കെന്താ ചെവി കേൾക്കില്ല പോട്ടാ? ഡാ നിർത്തുന്നുണ്ടോ രണ്ടുപേരും? ഇരുവരും പരസ്പരം പോരുകോഴികളെ പോലെ അംഗം പൊട്ടാൻ ഒരുങ്ങുന്നത് കണ്ട് മിത്ര ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു. വന്ന് കയറിയതേ ഉള്ളൂ, അപ്പോഴേക്ക് തുടങ്ങി. നിങ്ങൾക്ക് ഒരു ദിവസം എങ്കിലും പരസ്പരം അടിയിടാതെ നിൽക്കാൻ പറ്റില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ വന്ന വഴി പോകും, പറഞ്ഞേക്കാം. കാണാതെ നിൽക്കില്ല രണ്ടും, കണ്ടാലാണെങ്കിലോ കീരിയും പാമ്പ് പോലെയാ. രണ്ടിനെയും കണ്ടിട്ട് നോക്കി ശബ്ദം കടുപ്പിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. ചേട്ടത്തി കേട്ടില്ലേ ഇവൻ പറഞ്ഞത്? ഡാനി തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഡാനി മതി, ഈ വഴക്ക് തുടങ്ങി വെച്ചത് നീയാണ്. ഇവൻ ഇവിടെ ഒരു പ്രശ്നത്തിനും വരാതിരിക്കുമല്ലായിരുന്നു. അത് കരുതി നീ ഇവനുമായിട്ട് ഉടക്കാൻ പോകരുതായിരുന്നു കുഞ്ഞുട്ടാ. ഒന്നുമില്ലേലും ഡാനി നിന്റെ വയസ്സിന് മൂത്തതല്ലേ. മിത്ര രണ്ടുപേരുടെയും പക്ഷം പിടിക്കാതെ ആദ്യം ഡാനിയോടും പിന്നെ കുഞ്ഞുട്ടനോടായി പറഞ്ഞു. ഇല്ലേ ഇനി അതേ ചൊല്ലിയാകെ രണ്ടുപേരും അടികൂടുക എന്നവൾക്ക് അറിയാം. നിസാര കാര്യം മതി രണ്ടുപേർക്കും വഴക്കടിക്കാൻ. ആദ്യം വലിയ വീരശൂര പരാക്രമിയെ പോലെ കുഞ്ഞുട്ടൻ അവനോട് അടിപിടിക്കാൻ ചെല്ലുമെങ്കിലും അവസാനം ഡാനിയുടെ കയ്യിൽ നിന്ന് കണക്കിന് വാങ്ങിക്കൂട്ടി കരഞ്ഞ് പിന്മാറുന്നത് കുഞ്ഞുട്ടൻ തന്നെയാവുമെന്ന് അവൾക്കറിയാം. എത്രയൊക്കെയായാലും കുഞ്ഞുട്ടൻ കരയുന്നത് കാണുന്നത് മാത്രം അവൾക്ക് സഹിക്കില്ല. ഡെവി വീട്ടിലുണ്ടെങ്കിൽ രണ്ടുപേരും നല്ല കുട്ടികളാണ്. മിത്ര തങ്ങളുടെ സൈഡ് നിൽക്കാത്തത് കണ്ട് രണ്ടുപേരും അവളെ കൂർപ്പിച്ച് നോക്കി. ഡാനി നീ കോളേജിൽ പോകാൻ ഇറങ്ങിയതല്ലേ, വൈകണ്ട, നീ ചെല്ല്. മിത്ര ഡാനിയെ നോക്കി മയത്തിൽ പറഞ്ഞു. അപ്പോഴാണ് കോളേജിൽ പോകേണ്ട കാര്യം ഡാനിയെ ഓർത്തത് തന്നെ. വഴക്കിനിടയിൽ അതൊക്കെ മറന്നുപോയിരുന്നു. അയ്യോ വൈകി, ചേട്ടതി ഞാൻ പോവാം. അത് പറഞ്ഞ് പൊതിയിൽ നിന്നൊരു വളം കൂടിയെടുത്ത് ഡാനി വേഗം പുറത്തേക്ക് പോയി. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ, ഇനി കഴിച്ചോ. മിത്ര പൊതിയെടുത്ത് കുഞ്ഞുണ്ണിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ പറഞ്ഞത് കുഞ്ഞുണ്ണൻ പല്ലടിച്ച് കാണിച്ച് സെറ്റിയിലേക്ക് ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയതും ഒരു നെടുവേർപ്പിട്ട് മിത്ര ഡ്രസ്സ് മാറാനായി ബാഗുമൊത്ത് റൂമിലേക്ക് നടന്നു. തങ്ങളുടെ റൂമിലെത്തിയതും ആ റൂമിൽ തങ്ങി നിൽക്കുന്ന ഡേവിയുടെ ബോഡി സ്പ്രേയുടെ ഗന്ധം മാഞ്ഞു ശ്വസിച്ച് മിത്ര വിടർന്ന വഴികളോട് ഉള്ളിലേക്ക് കയറി. ഒരു മാറ്റവുമില്ലാതെ അടുക്ക് ചെട്ടിയോടെയുള്ള ആ റൂം കണ്ടതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കട്ടിലിന്റെ കാലിൽ കഴിഞ്ഞ ദിവസം രാത്രി ഡെവി തന്നെ കാണാതെ വന്നപ്പോൾ ധരിച്ചിരുന്ന ഡെവിയുടെ ഷർട്ട് കണ്ടതും കയ്യിലുള്ള ബാഗ് ബെഡിലേക്ക് വെച്ച് മിത്ര ഷർട്ട് എടുത്ത് തന്റെ നാസികയിലേക്ക് അടുപ്പിച്ച് ശ്വാസം ആഞ്ഞു വലിച്ചതും ഡെവിയുടെ വിയർപ്പിന്റെയും പെർഫ്യൂംസിന്റെയും സമ്മിശ്ര ഗന്ധം അവളുടെ ലക്ഷ്യക്കേറി. ഡെവിയെ ഓർത്തതും അവളുടെ ചുണ്ടിൽ പ്രണയത്തിൽ നിറഞ്ഞ് ചിരി പിരിഞ്ഞു. കണ്ണുകൾ അവനോടുള്ള പ്രണയം തിളങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി അവൻ തന്നെ കാണാൻ വന്നതും തങ്ങളുടെ മധുരസുന്ദര നിമിഷങ്ങളൊക്കെ ഓർത്തതും മിത്രയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തു.